ആകെയൊരു ആശയക്കുഴപ്പം. സഭാ കേസിൽ ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നത് എന്താണെന്നറിയാൻ ആകാംക്ഷാഭരിതരായിരുന്ന വിശ്വാസികൾക്ക് ഇന്നലെ ദേവലോകത്ത് നിന്നും മീഡിയ ചെയർമാൻ ദിയസ്കോറസ് തിരുമേനിയുടെ പ്രസ്താവന കിട്ടി. ആവേശത്തോടെ അത് വായിച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങി സമാധാനത്തോടെ ഇരിക്കുമ്പോഴാ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ മറ്റൊരു വാർത്ത വരുന്നത്. ഇതും കൂടി വായിച്ചപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ. ഒടുവിൽ കൺഫ്യൂഷൻ തീർക്കണമേ, എന്റെ കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ജയറാമിന്റെ പാട്ടും കേട്ട് സമാധാനിച്ചു. ആദ്യം ദേവലോകത്തെ പ്രസ്താവന ഒന്ന് കേൾക്കാം. മലങ്കര സഭാ കേസ് സുപ്രീം കോടതി നിലപാടിനെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ എന്നാണ് തലക്കെട്ട്. മലങ്കര സഭാ തർക്കത്തിലെ മുൻകാല വിധികളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്ന സുപ്രീം കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്ത് ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയുടെ പള്ളികളിലെ വിശ്വാസികളുടെയും എതിർകക്ഷികളുടെയും എണ്ണം എടുക്കുന്നത് മുൻ ഉത്തരവുകളിൽ മാറ്റം വരുത്തുന്നതിനല്ല എന്ന സുപ്രീം കോടതി നിരീക്ഷണത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത്തരം കണക്കുകൾ സമാധാനപരമായ അന്തരീക്ഷം തകർക്കുമെന്ന നിലപാടാണ് സഭയ്ക്കുള്ളത്. കക്ഷികൾക്ക് സർക്കാർ ഈ കണക്കുകൾ നൽകരുത് എന്ന സഭയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനല്ല, സമാധാനപരമായ പരിഹാരമാണ് ഉദ്ദേശിക്കുന്നത് എന്ന കോടതി നിരീക്ഷണത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. 6 പള്ളികളുടെ കോടതിയലക്ഷ്യ ഹർജി മാത്രമാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. കോടതിയലക്ഷ്യ കേസിന്റെ പരിധിക്ക് പുറത്തേക്ക് വിഷയം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സുപ്രീം കോടതി നിരീക്ഷണം മലങ്കര സഭയിൽ ശാശ്വത സമാധാനത്തിന് ഇടവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് മെത്രാപ്പോലിത്ത പ്രതികരിച്ചു. ഇനി മാധ്യമങ്ങളിൽ വന്ന വാർത്തയൊന്ന് കേൾക്കാം. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ പള്ളികളുടെയും വിശ്വാസികളുടെയും കണക്കെടുക്കുന്നത് തടയണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആവശ്യമാണ് സുപ്രീം കോടതി നിരാകരിച്ചത്. അതേസമയം കണക്കെടുപ്പ് സംബന്ധിച്ച വിശദാംശങ്ങൾ കോടതിക്ക് മാത്രമേ ബെഞ്ച് കൈമാറാവൂ എന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾക്ക് കൈമാറരുത് എന്നും സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിൽ എത്ര പേരുണ്ട് എന്ന പഞ്ചായത്ത് തല കണക്കുകൾ നൽകാൻ ഡിസംബറിൽ സുപ്രീം കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ഇരു വിഭാഗത്തിന്റെയും നിയന്ത്രണത്തിലുള്ള പള്ളികളുടെ കണക്കുകൾ നൽകണം എന്നതായിരുന്നു നിർദ്ദേശം. ഈ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചത്. പള്ളികളുടെ അവകാശം സംബന്ധിച്ച എല്ലാ വിഷയങ്ങളിലും സുപ്രീം കോടതി തീർപ്പാക്കിയതാണ് എന്നും അതിനാൽ പള്ളികളിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം വീണ്ടും പരിഗണിക്കരുത് എന്നും ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. മതപരമായ വിഷയത്തിൽ തങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് സമീപിക്കുന്നത് എന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, NK സിംഗ് എന്നിവർ അടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. മുൻവിധികൾ പുനഃപരിശോധിക്കാനല്ല, മറിച്ചു ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള സാധ്യത തേടിയാണ് കണക്കെടുപ്പിന് നിർദ്ദേശം നൽകിയത് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. മലങ്കര സഭയുടെ പള്ളികളിൽ ഇപ്പോൾ നടക്കുന്ന കണക്കെടുപ്പ് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് വിഭാഗം സുപ്രീം കോടതിയെ അറിയിച്ചു. എന്നാൽ ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ അത് കോടതിയെ അറിയിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണ് എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കണക്കെടുപ്പിൽ ക്രമക്കേട് നടക്കുന്നുവെന്നും ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. കണക്കെടുപ്പിലെ വിവരങ്ങൾ ഇപ്പോൾ പരസ്യപ്പെടുത്തിയാൽ അത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും അതിനാൽ സംസ്ഥാന സർക്കാരിനോട് അവ മുദ്രവെച്ച കവറിൽ കൈമാറാൻ നിർദ്ദേശിക്കണമെന്നും ഓർത്തഡോക്സ് സഭ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് കണക്കെടുപ്പിന്റെ വിശദാംശങ്ങൾ കോടതിക്ക് മാത്രം കൈമാറിയാൽ മതിയെന്ന് സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി ഉദ്യോഗസ്ഥർക്കെതിരെ എടുത്ത കോടതിയലക്ഷ്യ നടപടിക്കെതിരായ ഹർജിയിൽ ഈ മാസം 29, 30 തീയതികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ഈ തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വിശദമായ വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളിലെ പള്ളികളുടെയും വിശ്വാസികളുടെയും കണക്കെടുപ്പ് ഉടൻ പൂർത്തിയാക്കുമെന്ന സൂചനയാണ് സംസ്ഥാന സർക്കാർ ബുധനാഴ്ച സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. 10 ജില്ലകളിലെ കണക്കെടുപ്പ് പൂർത്തിയായി. 4 ജില്ലകളിൽ കണക്കെടുപ്പ് 90% എന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കണക്കെടുപ്പ് തടയണമെന്ന ഓർത്തഡോക്സ് സഭയുടെ ആവശ്യത്തെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബലും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും എതിർത്തു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് വോട്ട് ചെയ്യാൻ യാക്കോബായ സഭ ആഹ്വാനം ചെയ്തിരുന്നുവെന്ന് ഓർത്തഡോക്സ് പക്ഷം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന് ഇത് കാരണമായി എന്നും ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കൃഷ്ണൻ വേണുഗോപാൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു.
അതിനാൽ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായ നിലപാട് മാത്രമേ സ്വീകരിക്കൂ എന്നും അദ്ദേഹം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സീനിയർ അഭിഭാഷകരായ കെ വേണുഗോപാൽ, CU സിംഗ്, കൃഷ്ണൻ വേണുഗോപാൽ എന്നിവരാണ് ബുധനാഴ്ച സുപ്രീം കോടതിയിൽ ഹാജരായത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി, അഭിഭാഷക മീന K പൗലോസ് എന്നിവരും ഹാജരായി. യാക്കോബായ വിഭാഗത്തിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ശ്യാം ദിവാൻ, അഭിഭാഷകരായ PK മനോഹർ, A രഘുനാഥ് എന്നിവർ ഹാജരായി. ഇതിലേതാണ് ഒരു വിശ്വാസി എന്ന നിലയിൽ വിശ്വസിക്കേണ്ടത്? ആകെ കൺഫ്യൂഷൻ. ഈ കൺഫ്യൂഷൻ ദേവലോകം തീർത്തു തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആശ്വസിക്കുന്നു.